ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ആരംഭിച്ചിട്ട് 14 ദിവസം പിന്നിടുകയാണ്. കനത്ത പ്രതിരോധമാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നടത്തിയത്. ഒപ്പം ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകാനും ഭരണാധികാരികൾക്കായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഒരു വലിയ മുന്നറിയിപ്പ് ശത്രുക്കൾക്ക് നൽകുകയും ചെയ്തു. الإمارات مواريه، الإمارات جميلة، الإمارات قدوة، لكن أقول لهم لا تغشكم الإمارات. ترى الإمارات يلدها غليظ ولحمتها مرة، نحن ما ننكل وبنقوم بواجبنا تجاه بلادنا وأهلنا ومقيمين في عندنا أهلنا الثانيين. الله يحفظ الإمارات ويحفظ أهلها ويحفظ اللي فيها بالعز والأمان، وأوعد الجميع ترانا بنظهر أقوى. لا شك. UAE സുന്ദരമാണ്, ആകർഷകമാണ്, മാതൃകയുമാണ്. പക്ഷേ അതൊക്കെ കണ്ട് UAE തെറ്റിദ്ധരിക്കരുത്. ഉള്ളിലേക്കിറങ്ങിയാൽ ഞങ്ങൾ ശക്തരാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റിയ ഒരു ഇരയല്ല ഞങ്ങൾ. എന്തൊരു പ്രഖ്യാപനമാണ്! കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളില്ല, പല്ല് കടിച്ചുറങ്ങുന്ന ഭാവങ്ങളുമില്ല. പറയാനുള്ളത് വ്യക്തമായി നിസ്സാരമായി പറഞ്ഞു. ശത്രുക്കൾക്കുള്ള മറുപടി മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു വെച്ചത്. UAE എന്ന രാജ്യത്തെ വിശ്വസിച്ച് കുടുംബവും കുട്ടികളുമായൊക്കെ കഴിയുന്ന നിരവധി ആളുകൾക്കുള്ള സന്ദേശം കൂടിയാണ്. ജനങ്ങൾ നൽകുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനം. الحمدلله رب العالمين. أنا في المستشفى هنا جاي أزور 5 ملك عورة في الأحداث اللي صارت. 5 مدنيين، 2 إماراتي، 1 هندي، 1 سوداني، 1 إيراني. هذول كلهم أمانة في الرقبة، إن شاء الله بيظهرون سالمين غانمين. ഇറാൻ ആക്രമണം ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയായി. സാധാരണഗതിയിൽ ഏതൊരു രാജ്യവും അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്ന സമയം. പക്ഷേ UAE-യിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രത്യാക്രമണമല്ല, പ്രതിരോധം മാത്രം. ഫോണിലൂടെ ലഭിക്കുന്ന കൃത്യമായ അലേർട്ടുകൾ. ആക്രമണം ചെറുത്തു തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതും ജനങ്ങളെ അറിയിക്കും. UAE-യിലെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. വിശ്വാസം വരുന്നില്ലെങ്കിൽ കണ്ടുനോക്കാം. I proudly saying Dubai is one of the safest country in this world. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലുള്ള റിഗ സ്ട്രീറ്റിലാണ്. റിഗ സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 24 hours നോൺ സ്ലീപ്പിംഗ് സ്ട്രീറ്റാണ്. ഇപ്പോൾ ദുബായ് റെസിഡൻസിന് പല അലേർട്ട്സ് കിട്ടുന്നുണ്ടെങ്കിലും അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ദുബായ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള അലേർട്ട്സ് തരുന്നത്. ഈ അലേർട്ട്സ് കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ദുബായിയുടെ ഗവൺമെന്റ് തന്നെ ഒരു മെസ്സേജ് കിട്ടാറുണ്ട്, നിങ്ങൾ സേഫ് ആണെന്നും നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തതിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്. ഇതാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. ജോലിക്ക് ശേഷം പഴയതുപോലെ തന്നെ കൂട്ടുകാരുമായി ഒന്നിച്ചും ഫാമിലിയായും ചേർന്ന് പർച്ചേസും ഫുഡ് കഴിക്കാനുമായി ഇങ്ങനെയുള്ള സ്ട്രീറ്റുകൾ വന്നു ചേരുകയും
പഴയ ലൈവിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തു. How are you? How is Dubai? All good. Hope family everything is safe. Yeah. How do you feel it? Yeah, good. Yeah. We're living here in Dubai for almost 15 years. Yeah. On and off. But these alerts are all for our safety and Yeah, I mean it's good to know that our government here in UAE are protecting us. So we are all safe so here. that's why we are maintaining the same vibe, same like before, right? Yeah. So we are just like a normal here. ഈ വൈബിന് കാരണം ഞാൻ ഇന്ന് നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയിലാണ്. ഇതാണ് ദുബായ്. ഇതാണ് ദുബായിയുടെ വൈബ്. ഞങ്ങൾ ഇങ്ങനെ ചായയും കുടിച്ച് സൊറയും പറഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനും വലിയ ക്യൂ ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം. ലഭ്യതക്കുറവുണ്ടാകില്ലെന്ന് സർക്കാരും സ്വകാര്യ കച്ചവടക്കാരും ഒരുപോലെ പറയുന്നു. ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക വിമാനങ്ങളിലാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത്. ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. റമദാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റെബിലിറ്റി, ക്വാളിറ്റി സാധനങ്ങൾ സമയാസമയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആക്കുക എന്ന ചുമതല ബാധ്യത. അതുകൂടാണ്ട് ഒരിക്കലും ഈ റമദാനിൽ പ്രൈസ് കൂടുന്നില്ല, ഞങ്ങൾ കൂട്ടുന്നില്ല. 65% വരെ ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. കാരണം റമദാനിൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. മാറ്റിവെച്ചിരുന്ന പല മേളകളും ആരംഭിച്ചു കഴിഞ്ഞു. ഷാർജ എക്സ്പോ സിറ്റിയിൽ ഇപ്പോൾ റമദാൻ നൈറ്റ്സിന്റെ ആഘോഷരാവുകളാണ്. ഭയമേതുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ആഘോഷത്തിമിർപ്പിലും. It's quite big participate. They have a lot of people that as you see now there is a lot of crowded over here. ഇഫ്താർ പാർട്ടികളും സമൂഹ നോമ്പുതുറയുമെല്ലാം ഒരു മുടക്കവുമില്ലാതെ തകൃതിയായി നടക്കുന്നുണ്ട്. വൈകിട്ടോടെ ചെറുകിട കച്ചവടക്കാരും ആക്റ്റീവാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ. ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സുരക്ഷ മുൻനിർത്തിയാണ്. ജനജീവിതം സ്തംഭിക്കുക പോയിട്ട് 10% പോലും നെഗറ്റീവായി ബാധിക്കാൻ പോലും ഒരു ഭരണകൂടവും അനുവദിച്ചിട്ടില്ല. മനക്കരുത്തുകൊണ്ട് ഈ സംഘർഷത്തെയും അതിജീവിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. അതിനൊപ്പം തന്നെ മനുഷ്യരെ ചേർത്ത് പിടിച്ചു നീങ്ങുന്നതിലും ഒരു പിഴവും വരുത്തുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.